നാട്ടിലൊക്കെ സപ്ലൈ ചെയ്താൽ 250, 350 കൊടുത്താൽ മതി. ഇവിടെ 1.5 ലക്ഷം രൂപ. റിസ്ക് എടുക്കാൻ നിൽക്കരുത്, പോക്കറ്റ് ഉള്ളത് പറയാല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ് ലൈഫ് ജേണിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഞാനിപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അടുത്ത മാസം PSW അടിക്കാൻ പോവുകയാണ്. 2 വർഷത്തെ കോഴ്സായിരുന്നു. 2024 വന്നതാണ്. 2024 ഒരു യുദ്ധമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി ആയപ്പോൾ തീർത്തത്. എന്തൊരു തലനാഴി ഇഴക്കാണ് നമ്മളിങ്ങനെ ചാടി ആ കോഴ്സ് അങ്ങ് പാസ്സായത്. അന്യായമാണ്, ഉള്ളത് പറയാലോ. ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സെമിസ്റ്റർ ഞാൻ ജാനുവരിയിലാണ് കയറണം. ജാനുവരി കയറുമ്പോൾ നമുക്കൊരു തോട്ടമുണ്ട്. നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ നോക്കും. നമ്മുടെ ബ്രെയിൻ അറിയാമല്ലോ, നമുക്ക് പൊതുവെ ഉള്ളതാണ്. വന്ന പുതിയ സ്ഥലം പാർട്ട് ടൈമൊക്കെ അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ സ്റ്റഡീസിൽ നിന്ന് കുറച്ചങ്ങ് മാറും. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ വരും. ചെറിയ PDF ഒക്കെ എടുത്താൽ ഇങ്ങനെ റീഡ് ചെയ്തൊക്കെ പോകുമ്പോൾ ഇത് എളുപ്പമല്ലേ, നാട്ടിൽ പഠിച്ച അത്രയും പാടില്ലല്ലോ. നാട്ടിൽ ഇന്നതറിഞ്ഞ് ഡിഗ്രിക്ക് ഉണ്ടാവും. അയ്യോ, കാണാപ്പാടമൊക്കെ പഠിച്ച് ഛർദ്ദിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടൊക്കെ വെച്ച് എഴുതി പണ്ടാരടങ്ങിയാണ് പാസ്സാണ്. അപ്പൊ അത്രയും എഫേർട്ടൊക്കെ ഇട്ട് ഇവിടെ വരുമ്പോ ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ മറ്റേ 8ാം ക്ലാസ്സിൽ പഠിച്ച സാധനമല്ലേ, 7ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ, ഇതൊക്കെ ഉള്ളൂ. അങ്ങനത്തെ ഒരു തോട് നമ്മുടെ മൈൻഡിലിട്ട് അപ്പം നമ്മൾ ഈ സ്റ്റഡീസ് കുഴപ്പമില്ലല്ലോ, അവസാന നിമിഷമാണെങ്കിലും പാസ്സാവാന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിലായിട്ട് വരും. അപകടമാണ് ഉള്ളത്, ഞാൻ പറയാം, അപകടമാണ്. ആ തോട്ട് തന്നെ ആദ്യം എടുത്ത് കളഞ്ഞോളാം. പാർട്ട് ടൈമൊക്കെ അന്വേഷിക്കണം ഇതിൻ്റെ കൂടെ തന്നെ. ആദ്യമേ ചിലപ്പോൾ ഞാൻ വന്ന സെമിസ്റ്ററിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ 4 ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. അത് 4 ദിവസം, അത് എന്തോ പുതിയ റൂൾ എന്താണ്ടൊക്കെ ആയിരുന്നു ആ സമയത്ത്. അത് മാറ്റിയാണെന്നും അറിയത്തില്ല. അതായത് കൂടുതൽ ക്ലാസ് വെക്കണം ഒരു വീക്കിൽ. പണ്ടൊക്കെ ആയിരുന്നു 2 or 3 എങ്ങാണ്ടൊക്കെ ഉള്ളത്. ബാക്കി ആദ്യത്തെ സെമിസ്റ്ററിൽ 4, പിന്നെ അത് കഴിഞ്ഞിട്ട് 3, പിന്നെ 2 ആയി ഇങ്ങോട്ട് കുറേ നാള്, പിന്നെ 1 അവസാന സെമിസ്റ്ററൊക്കെ ആയപ്പോൾ 1 ക്ലാസ്. പിന്നെ അങ്ങോട്ട് ക്ലാസ് ഒന്നും ഇല്ല. കുറച്ച് ഓൺലൈനൊക്കെ ആയിട്ട് ഓടി. പിന്നെ അവസാന നിമിഷം മറ്റേ ഡെസർട്ടേഷൻ അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ വന്നപ്പോൾ ഇന്റർവ്യൂ എന്നൊക്കെ അതിൻ്റെയൊക്കെ പ്രസന്റേഷനും കാര്യമൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാക്സിമം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, എല്ലാ ക്ലാസ്സും കയറി അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇവന്മാർ ഈ എക്സാമിൻ്റെ കുറച്ച് നാൾ മുന്നേ, ഒരു 2 ദിവസം മുന്നേ ഒരു റിവിഷൻ ക്ലാസ് എന്ന് പറഞ്ഞു വെക്കും. ഒഴിവാക്കി വിടരുത്. ആ റിവിഷൻ ക്ലാസ് നാട്ടിലത്തെ റിവിഷൻ ക്ലാസ് പോലെ അല്ല. എക്സാമിന് തന്നെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ അവന്മാര് അവിടെ ഡിസ്കസ് ചെയ്യണത്. ഞാൻ കയറിയില്ല, ഉള്ളത് പറയാലോ, ആദ്യത്തേക്ക് സെമിസ്റ്ററിൽ. അത് കഴിഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഇവന്മാർ പറഞ്ഞത് അത് റിവിഷന് വന്ന സാധനമല്ല, എല്ലാം വന്നതെന്നൊക്കെ ഒരു പഠിപ്പിക്കുന്നുണ്ട് ആ പുള്ളിയൊക്കെ വന്ന് പറഞ്ഞ്. ഞാൻ പുല്ല് തേഞ്ഞല്ല, ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഞാനില്ലായിരുന്നു. അയ്യോ, എന്നിട്ട് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാത്ത രീതിക്കാണ് ഞാനത് പാസ്സായി പോയത്. എൻ്റെ പൊന്നളിയാ, ഉള്ളത് പറയാലോ. അല്ലെ, പാസ്സായില്ലെന്നുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരെ റെഫറൽ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. റെഫറൽ കുഴപ്പമില്ല, പൈസ ഇല്ലാണ്ട് എഴുതാം. അതും പോയി കഴിഞ്ഞാൽ ഡെഫറൽ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. ഡെഫറലിന് പൈസ കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു മോഡ്യൂൾ സ്കോർ എന്ന് പറഞ്ഞാൽ ഓരോ സെമിസ്റ്ററിന് ഓരോ മോഡ്യൂൾസിന് പല പല സ്കോറാണ്. ഇപ്പൊ എൻ്റെ ഒരു മോഡ്യൂളിനകത്ത് ഇന്നൊരു സബ്ജക്റ്റ്, അതായത് ജസ്റ്റ് എക്സാമ്പിൾ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, അതിന്റെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോർ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ അതിനകത്ത് നെറ്റ്വർക്കിനകത്ത് ചിലപ്പോൾ ഒരു അസൈൻമെന്റും കാണും, ഒരു ഇതും കാണും, റിട്ടേണും പോലെ. അപ്പൊ രണ്ടും കൂടി എനിക്ക് ചിലപ്പോൾ ഏകദേശം 130 ക്രെഡിറ്റ് സ്കോർ ഒക്കെ വേണമെന്ന് വെച്ചോ. 130 എന്നൊക്കെ ഒരു 30 ക്രെഡിറ്റ് സ്കോർ വേണമെന്ന് വെച്ചോ. 30 യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയർ പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾ ഡെഫറലായിട്ട് ആദ്യമേ ഒന്ന് തോറ്റ്, പിന്നെ അത് റെഫറൽ എഴുതി ഫ്രീ ആയിട്ട് എഴുതി അതും തോറ്റ് ഡെഫറലായിട്ട് കയറി. അപ്പൊ ഈ 30 ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നതിന്റെ 3 ലക്ഷത്തിന്റെ പകുതി. അതെ, ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളായിട്ട് കണക്ക്. 10 ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം. 20 ക്രെഡിറ്റ് സ്കോർ എന്ന് വെച്ചാൽ 2 ലക്ഷം. 30 എന്ന് പറഞ്ഞാൽ 3 ലക്ഷം. ഈ 30ന്റെ പകുതി നിങ്ങൾ അവർക്ക് കൊടുക്കണം. അതായത് 1.5 ലക്ഷം രൂപ ഏകദേശം അടച്ചാലാണ് നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കും, 1.5 ലക്ഷം രൂപ. നാട്ടിലൊക്കെ സപ്ലൈ ചെയ്താൽ 250, 350 കൊടുത്താൽ മതി. ഇവിടെ 1.5 ലക്ഷം രൂപ. റിസ്ക് എടുക്കാൻ നിൽക്കരുത്, പോക്കറ്റ് ഉള്ളത് പറയാല. ഒന്നിൽ കൂടുതൽ ഡെഫറൽ കിട്ടി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ലോണൊന്നും ഇല്ലെന്നുണ്ട് അടുത്ത പെട്ടി പിടിച്ച് നാട്ടിലേക്ക് വിട്ടോ, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ പണിയാണ്. ക്ലാസ്സിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ പോവുക. അതിന് ഡെസർട്ടേഷന്റെ കേസ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവസാന നിമിഷം നമ്മൾ അതായത് നമ്മുടെ കോഴ്സ് എൻഡ് ചെയ്യണ സമയത്ത് നമുക്കൊരു പ്രസന്റേഷൻ പ്രൊജക്റ്റ് ഉണ്ട്. മിക്ക കോഴ്സിനും ഉണ്ട്. അത് പുറത്തൊക്കെ കൊടുക്കണതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ കോഴ്സ് അനുസരിച്ചും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. എൻ്റെ കോഴ്സിന് പുറത്ത് കൊടുത്തിട്ട് എനിക്കറിയാം കുറച്ച് പേരെയൊക്കെ പുറത്ത് കൊടുത്ത് അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവന്മാര് ചുമ്മാ പൊട്ടം കളിക്കുന്ന പോലെ അവിടെ ഇരിക്കും. പക്ഷെ അമ്മമാർക്കെല്ലാം അറിയാം. എന്താ പറയാ, ആ ഫിഗർ എന്നാ, അത് എന്നതാ, ആ ഫോട്ടോയിൽ എന്നതാ ഇപ്പുറത്ത് കൊടുത്തേക്കണം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവോ? പാടുപെടും. ഒരു അന്യായ കൂടും സാധനമൊക്കെ വെച്ച് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടൊക്കെ ഉള്ളതെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് കോഴ്സാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്നതായിരുന്നു, സ്നോട്ട് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം. അതിനകത്ത് AI ഇൻബിൽഡ് ചെയ്തിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ
അത് പൈത്തൺ ബേസ്ഡ് ആണ്. കുറെ കോഡുണ്ട്. കോഡൊക്കെ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ആ കോഡിനകത്ത് ഇത് എവിടെയാണ് നമ്മൾ ഇത്രയും വലിയ കോഡിനകത്ത് നീ ആ കൊടുത്തേക്കണായിട്ട് നീ ആ ഇന്റഗ്രേറ്റ് ചെയ്തിരുന്ന സാധനം ഈ കോഡിനകത്ത് ഒന്ന് കാണിച്ചു തന്നെ. അങ്ങനെയൊക്കെ ചുമ്മാ നമ്മളെ വള്ളി പിടിപ്പിക്കുന്ന ക്വസ്റ്റൻ ഒക്കെ അവന്മാർ ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ പുറത്തോട്ട് തേക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയയും കൂടി വേണം, അവരോട് പറഞ്ഞു തരാനും കൂടി പറയണം. ചിലപ്പോൾ അവർ പറഞ്ഞു തരത്തൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒക്കെ ഓടിക്കണം. പിന്നെ വമ്പം പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇവന്മാർ 500 പൗണ്ട് 600 പൗണ്ട് 700 പൗണ്ട് എന്റെയൊക്കെ ഇനി അവന്മാർ മേടിക്കണം എന്ന് പറഞ്ഞാൽ 800 പൗണ്ടൊക്കെ അവന്മാർ ചോദിച്ചത്. എന്ന് വെച്ചാൽ അത്രയും പാടാണ് കുറച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു എമൗണ്ടും വരും. ചെറിയ കോഴ്സൊക്കെയാണ്, ബിസിനസ് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ 350 ഡെസർട്ടേഷൻ ഇവിടെ കുറെ പേര് ചെയ്തു കൊടുക്കും. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല, അത് റിസ്ക് ആണ്. കാരണം ഇവന്മാർക്ക് നിങ്ങളെ പണി തരാൻ പറ്റും, ഈ ചെയ്തു തരാന്മാർക്ക്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പണി വാളും പറഞ്ഞു വിടും. അത് ക്രിമിനൽ ഒഫൻസ് ആണ് ഇവിടെ. അതായത് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, ചീറ്റിങ്. ഓക്കെ, ബി കെയർഫുൾ. യെസ്. അപ്പോൾ അത് കുറച്ച് പണിയാണ്. പിന്നെ സ്റ്റുഡൻറ് ലൈഫിൽ എനിക്ക് മനസ്സിലായ കാരണം എന്ന് വെച്ചാൽ കോഴ്സ് കഴിഞ്ഞിട്ട് ജോബ് കിട്ടാൻ അത്യാവശ്യം പണിയാണ്. ഇപ്പം തന്നെ ഞാനിത് പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഞാനിത് ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് ചാടിയ. അപ്പോൾ പടപടയെന്ന് നടന്ന് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ 4 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ഇന്റർവ്യൂവിന് ഞാൻ നോർമൽ ആയിട്ടുള്ള ജോബ് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവന്മാർ എക്സ്പീരിയൻസ് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഞാനൊന്ന് ഇന്റേൺഷിപ്പ് ട്രൈ ചെയ്തപ്പോൾ അവന്മാർ എക്സ്പീരിയൻസ് പിന്നെയും ചോദിച്ചു. ഇന്റേൺഷിപ്പിന് വരെയും ചോദിക്കുന്നുണ്ട് ഇവിടെ. അതിന് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഇന്റർവ്യൂ അത് വീട്ടിലിരുന്ന് തന്നെയായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഇതുവരെ ഒന്നും ഫീഡ്ബാക്ക് വന്നില്ല. ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് വന്ന് പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒന്നും കൂടി എക്സ്പീരിയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. അതായത് അവരൊന്നും കൂടി സ്യൂട്ട് ആവേണ്ട എക്സ്പീരിയൻസ് ആയിട്ട് അവരെ ഇങ്ങനത്തെ ഒരു ഫേമിൽ അങ്ങനത്തെ ആൾക്കാരാണ് അവർ നോക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മെയില്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ വരാനിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. അത്യാവശ്യം നല്ല നോളജും എക്സ്പീരിയൻസും ഇല്ലെന്നുണ്ട്. എക്സ്പീരിയൻസ് ഒരു 3 കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാർ നോക്കത്തുള്ളൂ. മൈൻഡ് ഒരു എന്നാ പറയാ. എന്നോട് അന്ന് ഞാൻ പോയപ്പോൾ ഒരു ഇന്ത്യക്കാരനായിരുന്നു ആദ്യത്തെ എൻ്റെ ഇന്റേൺഷിപ്പിന്റെ ഇത് പറഞ്ഞു. പുള്ളി എന്നോട് പറയും, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ 4 or 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, നമുക്കൊന്ന് അവർക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലാണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. 4 or 5 എന്നാ പറയുന്നത്, 4 or 5 ഇയർത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇവിടെ വരുക നാട്ടില് ഞാനും വല്ല നല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യായിരിക്കും പുള്ളി. അപ്പോൾ ഈ ജോബ് മാർക്കറ്റ് എക്സ്പീരിയൻസ്ഡ് പീപ്പിളിലായിട്ടാണ് ഒന്നും കൂടി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫ്രഷേഴ്സിന് കുറച്ച് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ സ്ട്രഗിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, സ്റ്റുഡൻസും ഉണ്ട് ഇതിന് മാത്രം. പിന്നെ പാർട്ട് ടൈമിന്റെ കേസ് പറയുകയാണെന്നുണ്ട് കിട്ടും, പക്ഷെ അത് എളുപ്പമല്ല കിട്ടാൻ. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് ബുദ്ധിമുട്ടിയാലാണ് സാധനം കിട്ടത്തുള്ളൂ. നല്ല രീതിക്ക് അപ്ലൈ ചെയ്യണം. കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്, ലിങ്ക്ഡിന് ഇൻഡീഡ് മറ്റേത് മറിച്ചത്. ഡയറക്റ്റ് ജോബ് സൈറ്റിലൊക്കെ കയറുക. അതായത് ഇപ്പൊ നിങ്ങൾ ചാറ്റ്ജിപിറ്റിയോട് ഇങ്ങനെ ചോദിക്കുക, ലണ്ടനിലുള്ള പാർട്ട് ടൈം ജോബിന്റെ ഷോപ്സ് മൊത്തം തരാൻ പറയേണ്ട, ഷോപ്പിന്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ കയറി കരിയർ സൈറ്റിൽ പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ പോയി ചെകയുക, അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ ചെല്ലുക, നടക്കുക. ഒരു ദിവസം ഇറങ്ങിയിട്ട് അങ്ങനെ നടക്കുക വഴി നീളം. ഞാനൊക്കെ എന്തോരം കിലോമീറ്റർ നടന്നിട്ടുണ്ടെന്ന്. അതിന് മടുത്ത് ഞാനൊരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറെ സ്ഥലമൊക്കെ ലണ്ടനിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ആദ്യത്തെ കുറെ നാളുകൾ. എന്നിട്ട് നിങ്ങൾ ഓരോ ഷോപ്പിലും ചെന്നിട്ട് ചോദിക്കുക, I am looking for part-time job. Is there any vacancies here? ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇന്ന പോലെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒന്ന് കളിച്ച് തട്ടിയാക്കി വിടുക. എങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. എന്നിട്ട് പറ്റിയില്ലാത്ത ജോബാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നിട്ട് തന്നെ വേറെ നോക്കുക, എന്നിട്ട് അങ്ങോട്ട് ചാടിയാൽ മതി. പാർട്ട് ടൈം ഒക്കെ സ്വിച്ച് ചെയ്യണമെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ചെറിയ പണിയല്ല. പിന്നെ 20 മണിക്കൂർ കൂടുതൽ ചെയ്യാൻ പാടില്ല, അത് പണി കിട്ടും. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിലും നോക്കി കണ്ടൊക്കെ ചെയ്യാം. ഞാനും അത് സജസ്റ്റ് ചെയ്യുന്നില്ല. പിടിച്ചു കഴിഞ്ഞാൽ ബാനാണ്. ബാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ UK വരാൻ പറ്റത്തില്ല, ഓർത്ത് വെക്കുക. അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കുക. ഓവറോൾ പറയാന്നുണ്ടേ, നമുക്ക് അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു കൺട്രിയാണ് UK. നിങ്ങൾ ഭയങ്കര എളുപ്പമായിട്ട് കണ്ടത്, വരാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ നിന്നങ്ങ് പോകാൻ പഴയൊരു സിസ്റ്റം അല്ല ഇപ്പോൾ UK പോയിക്കൊണ്ടിരിക്കണം. 38 ലക്ഷം എങ്ങാണ്ട് മീറ്റ് ചെയ്താലാണ് നമുക്കൊരു വർക്ക് വിസ കിട്ടത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് നമുക്ക് എന്തായാലും 2 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. ഇപ്പം 2 വർഷം ഇല്ല, 18 മാസത്തെ സ്റ്റേ ബാക്ക് കിട്ടും. ഈ 18 മാസത്തെ സ്റ്റേ ബാക്ക് കഴിഞ്ഞ് ഇപ്പുറത്തായിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ അത് കഴിയുമ്പോൾ നേരെ നാട്ടിൽ പോകും. ഇപ്പുറത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിസ വർക്ക് വിസയിലായിട്ട് സ്വിച്ച് ചെയ്യണം. വർക്ക് വിസയിലായിട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസേർഡ് കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യണം. അതായത് നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരണം. പക്ഷെ അവിടെ ഒരു നിയമം വരുന്നുണ്ട് UK. നിങ്ങൾ 38 ലക്ഷം ആനുവലി തരുന്ന ഒരു ജോബാണെന്നുണ്ടേ അവർക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടേ അവർ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണേ മാത്രം നിങ്ങൾക്ക് വിസ കിട്ടും. 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ അവർ അടിച്ചു തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഇങ്ങനെ നിന്ന് പോകാം. ഇവിടെ നിൽക്കും തോറും എനിക്ക് മനസ്സിലാക്കി അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളത് പറയാലോ, സുഖമായിട്ട് 25 ലക്ഷമൊക്കെ നിങ്ങൾക്ക്
ഇവിടെ അടച്ചു തീർക്കാവുന്ന ഒരു എമൗണ്ടുകൾ 25 പൊക്കത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി നിങ്ങൾ ഹാർഡാകും, കുറച്ചും കൂടി ലൈഫ് ഇവിടെ ഒന്നും കൂടി വലിക്കും നിങ്ങൾ, അതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും നമ്മൾ നാലിലോട്ട് വയ്ക്കണം. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ അത്യാവശ്യം കൂടുതലായത് തന്നെ ഇവിടെ നിന്ന് ഒരു 800 പോണ്ട കഴിച്ചാൽ തന്നെ നാലിലവിടെ ഒന്ന് മീറ്റ് ചെയ്യും. അതെ, 1 ലക്ഷത്തോളം മീറ്റ് ചെയ്യും. അതായത് ഇപ്പം ഇങ്ങനെ 130 വന്ന് കിടപ്പുണ്ട്. അതായത് 1 പൗണ്ട് എന്ന് വെച്ചാൽ നല്ല 138 റുപ്പീസ്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. വലിയ എമൗണ്ടൊക്കെ അയക്കുമ്പോൾ അത്യാവശ്യം ഇതുണ്ട്, അങ്ങനെ പോകാൻ പറ്റും. പിന്നെ 25 ആണെങ്കിൽ ലാസ്റ്റ് എനിക്ക് വിസ കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഒരു 5-6-7 ലക്ഷമൊക്കെ നിങ്ങൾ കൈ വരും. മര്യാദക്കൊക്കെ പോയി കഴിഞ്ഞാൽ ലോണും അടച്ച് തീർത്ത് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയൊക്കെ നിങ്ങളുടെ ഉണ്ട്. ഇവിടെ കണക്ഷൻ ഉണ്ട്. അല്ലെന്ന് മെയിനായിട്ട് ഇവിടെ കുറേ പേര് കെയർ ഹോമിലോട്ടൊക്കെയാണ് ചാടുന്നത്. അങ്ങനെ ചാടാൻ ഇഷ്ടമുള്ളവർക്ക് എന്ന് വെച്ചാൽ വിസ ഇല്ലടാ. എന്ന് വെച്ചാൽ ഇത്രയും എമൗണ്ടൊക്കെ മീറ്റ് ചെയ്യുന്ന വെച്ചാൽ നടക്കുന്ന കേസല്ല. കെയർ ഹോമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി NHS ആയത് കാരണം കുറച്ചും കൂടി ഇളവുണ്ട്. ഇത്ര ഒന്നും മീറ്റ് ചെയ്യണ്ട. അതാണ് മെയിനായിട്ട് എല്ലാവരും ചാടണം. പഠിച്ച ഫീൽഡിലല്ല മിക്കവരും ഇവിടെ കുറേ പേരൊക്കെ വർക്ക് ചെയ്യണത്. ഞാനിപ്പോൾ ട്രൈ ചെയ്തിരിക്കുകയാണ്. അവസാനം എന്താവും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വരുന്ന ആളുകളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ ചിലപ്പോൾ ഞാനും ഒരു കെയർ ആയേക്കാം. എനിക്കറിയത്തില്ല എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോണെന്ന്. ഞാനിപ്പോൾ സ്റ്റുഡൻറ് ഫേസ് കഴിഞ്ഞ് ഞാൻ PSW ചാടാൻ പോയാണ്. അപ്പോൾ ഇവിടം വരെയുള്ള ഫേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സ്ട്രഗിളാണ്. അത്യാവശ്യം നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ഇവിടെ ജീവിക്കും. അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും കാണത്തില്ല. നാട്ടിലുള്ളവർക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇങ്ങോട്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഒരു എമൗണ്ട് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വേണമെന്നുണ്ട് ഇത്രയും എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് അവിടെ നിന്ന് അത്യാവശ്യം എമൗണ്ട് ഇങ്ങോട്ട് ഇട്ടാൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ നോക്കി കണ്ടൊക്കെ നടക്കുക. നിങ്ങളെ ഫ്രണ്ട്സൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ മാക്സിമം കണക്ഷനൊക്കെ ബിൽഡ് ചെയ്ത് വെക്കുക. നിങ്ങളൊരു അത്യാവശ്യം ഒരു 100 കൊണ്ട് ചോദിക്കണമെന്നുണ്ട്. അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വേണം. പിന്നെ മെയിനായിട്ട് പൈസ ഒക്കെ മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ഒരു തെണ്ടികളും തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഉള്ളത് പറയാല്ല. അപ്പം എന്നോട് തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്ത് അവനെനിക്ക് എന്തില്ലെന്നുണ്ടേ തരുമോ വൈകിയ ഭയങ്കര ലാഗ് അടിപ്പിച്ചിട്ട് അത് തന്നെന്നുണ്ട്. അടുത്ത വശം ചോദിക്കും, ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഉള്ള കാര്യം പറയാല. അപ്പം അതൊക്കെ ഓർത്ത് വെക്കുക ഗൈസ്. അങ്ങനെയൊക്കെയാണ് കുറേ ഫ്രണ്ട്ഷിപ്പൊക്കെ പോണത്. അപ്പോൾ അങ്ങനത്തെ തരവൊന്നും കാണിച്ച് വെക്കരുത്. പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ലിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സൂപ്പർ മാർക്കറ്റ് അവൈലബിൾ ആണ്. വെറുതെ കാശ് കളയരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി നിങ്ങൾ കയ്യിലായിട്ട് അത്യാവശ്യം ഫണ്ട് വരും. ഒരു ഐഫോൺ തന്നെ മേടിക്കണമെന്നുണ്ട് 2-3 ആഴ്ച വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. 1.5 ലക്ഷം രൂപയുടെ സാധനമൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട്. അപ്പോൾ അത്രയും ഒരു പർച്ചേസിങ് പവർ ഉണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ചുമ്മാ മിസ്യൂസ് ചെയ്യരുത്. അതായത് ഇവിടെ ലിക്കേഴ്സും കാര്യങ്ങളെല്ലാം സുപരിചിതമായി കിട്ടും. നാട്ടിലേക്കാളും സുഖമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി ചുമ്മാ എടുത്ത് കവറിലിട്ടിരിക്കുക പോലെ പേ ചെയ്യണം. അപ്പം പേ ചെയ്യുമ്പോൾ കുറേ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 25 കൊണ്ട് അടുത്ത 2ാമത് 50 ആയി, പിന്നെ 100 ആയി. അപ്പോൾ ഇങ്ങനത്തെ കുറേ പരിപാടിയിൽ അഡിക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് വരിക. അതായിരിക്കും ബെറ്റർ. എനിക്കറിയാൻ തന്നെ കുറേ പേര് ഇവിടെ കുറേ പാർട്ടിയും അങ്ങനത്തെ കുറേ വേണ്ടാത്ത കുറേ കാര്യങ്ങളിലിട്ട് ഇങ്ങനെ പോയി നടക്കുന്ന ടീംസൊക്കെ ഉണ്ട്. കയ്യിലൊന്നും ഒറ്റ പൈസ ഇല്ല. അവസാനം എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ എല്ലാവരുടെ അടുത്തോട്ട് 10 കൊണ്ടേക്ക് 20 കൊണ്ടേക്ക് നമ്മുടെ അടുത്ത് 20 ചോദിക്കും, മറ്റൊൻ്റെ അടുത്ത് 30 ചോദിക്കേണ്ടല്ല. അവിടെ നിന്ന് ഇവിടുന്ന് കുപ്പിച്ച് ഉള്ള കടം മൊത്തം ആക്കി വെക്കും. പിന്നെ വേറൊരു സീൻ ഞാൻ കണ്ടേക്കണം. നാട്ടിൽ ഒരു ഫ്രണ്ടിന് അച്ഛന് വയ്യാണ്ട് വന്ന് ഒറ്റ പൈസ അവൻ്റെ കയ്യിലെടുക്കാനല്ല ടിക്കറ്റിന് എല്ലാവരോടും കിടന്നോട്ടെ ഉള്ളതായിക്ക് ഒരു എമർജൻസി ഫണ്ടായിട്ട് കുറച്ച് പൈസയൊക്കെ നിങ്ങൾ കൈ വെക്കുക. അങ്ങനത്തെ കുറേ ഇഷ്യൂ ഒക്കെ ഇവിടെ വരും. അപ്പം എല്ലാം നിങ്ങൾ മുൻകൂട്ടി കാണുക. അങ്ങനത്തെ നിങ്ങൾ ബുദ്ധിപൂർവ്വം നീങ്ങിയത് വേറെ പ്രശ്നമൊന്നുമില്ല. വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ഈ ലോസിൻ്റെ ഒരു പ്രശ്നമാണ് നിങ്ങളെ കൂടുതലും ഞങ്ങൾ പിടിച്ചങ്ങ് ഉതുക്കാൻ പോണത്. ഇവന്മാരെ കുറേ ലോ കൊണ്ടുവന്നേക്കുന്ന പറഞ്ഞത് 2015 വന്നവന്മാരൊക്കെ രക്ഷപ്പെട്ടുള്ളത് പറയാലോ. അത് കഴിഞ്ഞ് ഈ 2022 ഈ ലോയൊക്കെ കൊണ്ടുവന്നു. 38 വേണം. നേരെ അത്ര ഒന്നും വേണ്ടായിരുന്നു. 33 അത്രയെങ്ങാണ്ട് മതി. 28 പണ്ടൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ പിന്നെ കുറേ ജോബ് റോൾസ് ഒക്കെ എടുത്തു കളഞ്ഞു. അതായത് റീറ്റെയിലിൽ നിൽക്കുന്നവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യണ വല്ലോ കഫേയിലോ അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടത്തില്ല. അപ്പോൾ റീറ്റെയിൽ മാനേജേഴ്സിന് പോലും ഇപ്പോൾ കിട്ടത്തില്ല. ഒന്ന് ആലോചിക്കണം. അതിന് പൊക്കത്തുള്ളതൊക്കെ കിട്ടത്തില്ല. അതിന് പൊക്കത്തുള്ളതെന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല പൊസിഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫ്രഷർ നിലയ്ക്ക് നിങ്ങൾ ഇവിടെ ഒരു സാധനം ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ തന്നെ ഇത്രയും എമൗണ്ട് മീറ്റ് ആണ്. ചിലവർക്കെല്ലാം കണക്ഷനൊക്കെ ഉണ്ടായി കയറിപ്പോകും. അല്ലാത്ത പക്ഷം കിട്ടത്തൊന്നുമില്ല. അങ്ങനത്തെ കുറേ കാര്യമൊക്കെ ഉണ്ട്. ഹൈലി റിസ്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വരിക. അപ്പോൾ ഇപ്പം നിലവിൽ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം ഗുഡാട്ടോ. എപ്പോഴും തണുപ്പാണ്. ജാക്കറ്റ് അല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ സമ്മർ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചൂടായിട്ടുണ്ട്. 33 വന്നു. അത് പെട്ടെന്ന് നമ്മൾ ഈ തണുപ്പത്തുനിന്ന് ചൂടത്തായിട്ട് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ചൂടെടുക്കും. നല്ല ചൂടെടുക്കും. ഉള്ളത് പറയാലോ. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ആ തണുപ്പ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അഡാപ്റ്റ് ആയി. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ കുറച്ച് നാളത്തേക്ക് നല്ല ഊഷ്ണമായിരിക്കും. ഊഷ്ണായ നമഹ. അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്.
വേറെ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ മേടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ വരുമ്പോൾ അതെ. പിന്നെ റൂമിൻ്റെ റെൻറ്റ് അത്യാവശ്യം കൂടുതലാണ്. നിങ്ങളിപ്പോൾ നോക്കി കണ്ടൊക്കെ റൂമൊക്കെ എടുക്കുക. പിന്നെ ഭയങ്കര ഒതുങ്ങാൻ പ്രശ്നമില്ല, നിങ്ങൾ ഒതുങ്ങണ അത്രയും നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിങ്ങൾ റൂമൊക്കെ നോക്കിയെടുക്കാം. മൂട്ടൻ കാര്യമൊന്നും ഇല്ലെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ആദ്യം താമസിച്ചെടുത്ത് മൂട്ടം എൻ്റെ പൊന്നളിയെ കിടക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇനി പിന്നെ കുറേ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം തൊട്ട് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ പക്കയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നേക്കാളും ഭേദം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഇരുന്ന് കാരണം ഞാൻ പക്ക ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഞാനിവിടെ ഞാനിവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. ജസ്റ്റ് അവിടെ ഇവിടെ ഞാൻ മുട്ടിച്ചായിരിക്കും ചിലപ്പോൾ പറയണം. അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാം കാണുക. UK ആയിട്ട് വരാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലൊക്കെ വരാൻ നിൽക്കുന്നവർക്ക് ഓൾറെഡി കുറേ പ്രോസസ്സിങ് കാര്യമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റായി എന്നേ പറ്റുന്നുള്ളൂ ഒരു മൈൻഡ് സെറ്റിന് നിൽക്കുകയാണെന്നുണ്ട് ഓൾ ദ ബെസ്റ്റ്. ഇവിടെ രക്ഷപ്പെടുന്നവരുണ്ട്, രക്ഷപ്പെടാത്തവരുമുണ്ട്. ചിലപ്പോൾ നിങ്ങളായിരിക്കും രക്ഷപ്പെടണം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ആരെയും നിങ്ങൾ വരരുതെന്ന് പറയാൻ പറ്റില്ല. എന്നെക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ഞാൻ വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ല. എനിക്കുള്ള അറിവും കാര്യമൊക്കെയാണ് ഞാൻ ഇവിടെ കുറേ കാര്യങ്ങൾ പറയണം. അപ്പം നല്ല ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യാനുള്ള നല്ല മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഈ എക്സ്പീരിയൻസ് ആൾക്കാരെക്കാളും ക്രാക്ക് ചെയ്ത് ഒരു ഇൻ്റർവ്യൂവിൽ കയറാൻ അത്രയും എന്നാ പറയാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ആരോടും അങ്ങനെ നോ പറയാനുള്ള ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന എനിക്ക് അങ്ങനെ ഒരു ഇതും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കിയിട്ട് വരിക. ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ കയറി പോരുക. ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യത്തിന് കയറി വന്നു. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാം ഉൾക്കൊണ്ട് പോകാൻ തയ്യാറായിട്ടാണ് നിങ്ങൾ എന്താണേലും വന്നത്. അപ്പോൾ ഒരു വിഷയമില്ല, എല്ലാം നിങ്ങളെ ഇരിക്കും. ഓക്കെ, അതായിരിക്കും അത്ര പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നടന്നിട്ടിരിക്കുന്നത്. ഞാൻ വരും കാര്യങ്ങളൊക്കെ PSW കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. PSWൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഞാൻ 3 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ഇവന്മാരുടെ അണ്ണാക്കിലോട്ട് കൊടുത്താലാണ് നിങ്ങളിപ്പോൾ പറയണം 2 വർഷം എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ തന്നെയില്ല. അത് ഫ്രീ അല്ല. 3 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കണം. അതിനുള്ള നെറ്റോട്ടറിലാണ് ഞാനിപ്പോൾ ലോണും അടയ്ക്കുന്നുണ്ട്. PSWന് സേവും ചെയ്യണം. ഹൈവാ എല്ലാവരും കയറുക. ഓൾ ദ ബെസ്റ്റ്.